കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ രോഗികളുടെ ദുരിതം തുടർക്കഥയാകുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുമെന്ന അധികൃതരുടെ വാഗ്ദാനം പാഴ്വാക്കായി. സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. സർക്കാർ അവഗണനയുടെ നേർചിത്രമാവുകയാണ് ബീച്ച് ആശുപത്രി. സാധാരണക്കാരായ ആയിരക്കണക്കിന് രോഗികൾക്ക് ആശ്രയ കേന്ദ്രമായ ആശുപത്രിയോട് ഇപ്പോഴും മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് സർക്കാർ സംവിധാനങ്ങൾ. എക്സ്റേ എടുക്കാൻ ഫിലിം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ആശുപത്രി. കാർഡിയോളജി വിഭാഗത്തിന്റെ പ്രവർത്തനം ആഴ്ചയിൽ 2 ദിവസം മാത്രമാണ്. ഡയാലിസിസ് സംവിധാനവും താളം തെറ്റിയ അവസ്ഥയിൽ. 11 മെഷീനുകൾ ഉള്ളതിൽ 5 എണ്ണം മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ലാബിൽ ആവശ്യമായ ഉപകരണങ്ങളോ ജീവനക്കാരോ ഇല്ല. ആശുപത്രി ക്യാന്റീൻ പൂട്ടിയിട്ട് 1 വർഷം പിന്നിട്ട് കഴിഞ്ഞു. കാരണം ഏതാണ്ട് 20 കോടിയിലധികം രൂപ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഒരു ബിൽഡിംഗ് അവിടെ വെറുതെ ഇട്ടിരിക്കുന്നത് നമുക്ക് അവിടെ പോയാൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. ആ ആശുപത്രിയുടെ കോമ്പൗണ്ടിനകത്ത് തന്നെ ഇത്രയധികം കോടികൾ കേന്ദ്ര സർക്കാർ ചെലവഴിച്ച് നിർമ്മിച്ചിട്ടുള്ള ഒരു ബിൽഡിംഗ് അവിടെ കാലിയായി കിടക്കുകയാണ്. ആവശ്യത്തിന് ജീവനക്കാരെ നിശ്ചയിച്ചുകൊണ്ട് എന്തൊക്കെ സൗകര്യങ്ങളാണോ അവിടെ വിപുലപ്പെടുത്തേണ്ടത് അതിന് തക്ക എല്ലാ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളും അവിടെ നിലനിൽക്കെ, ഇൻഫ്രാസ്ട്രക്ചർ അവിടെ നിലനിൽക്കെ, സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായിട്ടുള്ള അനാസ്ഥ തന്നെയാണ് രോഗികൾ വലയാൻ കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് അടിയന്തരമായി അതിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം ആരംഭിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് നാളെ അവിടെ ധർണ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. സർക്കാരിന്റെ അവഗണനയും രോഗികളുടെ ദുരിതവും പലതവണ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് ആക്ഷേപം. ഈ സാഹചര്യത്തിലാണ് ജനകീയ പ്രതിഷേധം ശക്തമാകുന്നത്. BJP നടക്കാവ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജനകീയ ധർണ. സമരം പാർട്ടി ജില്ലാധ്യക്ഷൻ VK സജീവൻ ഉദ്ഘാടനം ചെയ്യും. ജനം, കോഴിക്കോട്.